ഇപ്പോൾ നമ്മുടെ അയൺ ഫാം എന്താണെന്നറിയത്തില്ല കേട്ടോ, അങ്ങനെ അങ്ങ് വർക്കാവുന്നില്ല. എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ വെള്ളം അങ്ങ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് അധികമായിട്ട് വർക്കാവുന്നില്ല. എന്തെങ്കിലും അയൺ കോൾ ഇതിനുള്ളിൽ സ്പോണായോ? ഇവന്മാർക്ക് തന്നെ ഈ വില്ലേജേഴ്സിന് തന്നെ നിൽക്കാൻ സ്ഥലമില്ല. അപ്പോഴല്ലേ ഈ അയൺ കോളം സ്പോണായി നിൽക്കുന്നത്. എന്ത് കഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് എന്താണ് ഇപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തതെന്നുള്ള എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കുകയെന്ന് വെച്ചാൽ ഇവനെ നമുക്കൊന്ന് കൊല്ലണം. അപ്പോൾ ഞാൻ അടിച്ചു കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ അവനെന്നെ പറപ്പിക്കും. ഞാൻ പിന്നെയും എന്താ പറയുക, അങ്ങനെ അടിച്ചടിച്ച് ചുമ്മാ എന്തിനാണ് ഞാൻ ചാവല്ലാതെ വേറെ ഇതും നടക്കാൻ പോണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കെന്നാൽ ബോ വെച്ചിട്ട് കൊല്ലാമെന്ന്. ബോ വെച്ചിട്ട് ഇങ്ങനെ ആരോ വിട്ടാകുമ്പോഴത്തേക്കും അതങ്ങ് ചത്തോളും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് നോക്കിയപ്പം ഒരു സ്കെൽറ്റൻ്റെ നിന്നാണോ സ്കെൽറ്റൻ്റെ നിന്ന് കിട്ടിയൊരു ബോ ഉണ്ടായിരുന്നു. സോ ആ ഒരു ബോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് അടിച്ചിടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഞാൻ അവൻ്റെ ഒരു ഷോട്ട് കൊടുത്തു, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവന് കൊടുക്കാം. ഇവനെന്താ ഇതിൻ്റെ ഉള്ളിൽ സ്പോൺ ആവുന്നു? ഇത്രയും സ്ഥലം വെളിയിൽ കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പോണായിട്ട് കിടന്നിരിങ്ങുക. എന്താ ചെയ്യാല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ തീർക്കാനായിട്ടുള്ളൊരു പണിയിലാണ്. ചാവ് 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 ഹേ ചാവു. ഓക്കെ, ചത്തു കേസ്, സന്തോഷം. ഓക്കെ, നമ്മൾ ചത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു അയണും ഇവിടെ നിന്ന് ബാക്കി ബ്ലോക്കൊക്കെ എടുത്തേക്കാം. ബ്ലോക്കിന് മേലെ കയറി ഇവിടെ ഫുള്ള് നടച്ച് സേഫ് ആക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഇനിയും വർക്കാവാനുള്ളതാണ്. വർക്കായില്ലെങ്കിൽ എന്താ പഴയ പോലെ തന്നെ. അത്യാവശ്യം നന്നായിട്ട് അയണൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വർക്കാവാതിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പം എന്തായാലും നമുക്കൊന്ന് നോക്കാം പെട്ടിക്കകത്ത് എന്തെങ്കിലും അയണൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഈ പെട്ടിക്കകത്ത് 2 സ്റ്റാക്കും പിന്നെ ഒരു സ്റ്റാക്കും നിറയാനായിട്ടുണ്ട്. അത്ര അയണുണ്ട്. പക്ഷെ എന്നാലും ഇത് വർക്കിംഗ് അല്ല. ഇത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അയണാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം അടിപൊളിയായിട്ട് വർക്കായിരുന്ന സാധനമാണ് പെട്ടെന്ന് നിന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമുക്ക് ബ്രിഡ്ജ് മതിയാവും. ബ്രിഡ്ജിനാണ് നല്ലത്. നമുക്കൊരു ബ്രിഡ്ജ് അങ്ങ് എടുത്തേക്കാം. ബ്രിഡ്ജ് ലോഗ് എടുത്തിട്ട് പിന്നെ പറയാൻ വിട്ടുപോയി, ഇത് നമ്മുടെ അക്കരയാണ് കേട്ടോ. അതായത് നമ്മുടെ ബേസൊക്കെ ഇരിക്കുന്ന ആ ഒരു മലയുടെ ഇപ്പുറത്തെ മലയാണ് ഈ ഒരു മല. അപ്പോൾ ഞാൻ ഈ ബ്രിഡ്ജ് ഏകദേശം ഒരു 5 ബ്ലോക്ക് വെച്ചിട്ട് ഫുൾ ഇതുപോലെ ആക്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കളറാവും. അടിപൊളി കളറാണത്. അപ്പോൾ അങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഏകദേശം ഇവിടെ വെക്കാം. ഇവിടെ നമുക്ക് നോക്കാം. അത്യാവശ്യം ഒരു വലിയ റൂം പോലെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഫുൾ നമുക്ക് ഈ ഒരു ആക്സ് വെച്ചിട്ട് സംഭവം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ വേറൊരു കളറാവും. ഇത്ര വേണ്ടല്ലേ, ഇത്ര ദൂരം വേണ്ട, എന്തോ പോലെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇച്ചിരി കൂടെ അകത്തോട്ടാക്കാം. അപ്പോൾ പിന്നെ ഒന്നും കൂടി രസമുണ്ടാവും കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതങ്ങ് പൊട്ടിച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലോഗ് ഒരു 1 2 3 4 5 6 ഇവിടെ വയ്ക്കാം. ഒരു ഐഡിയ ഇല്ലാതാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെയാണ് ഓരോ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പണ്ട് ഫുള്ള് കോബിൾ സ്റ്റോൺ വെച്ച് അടച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇനി മുതലൊക്കെ ഒരു ചെറിയ ബിൽഡ് പണിയുന്നുണ്ടെങ്കിൽ പോലും അത് ഞാൻ ഫുള്ള് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാനിനി ഈ സൈഡിലുള്ള സ്ഥലമൊക്കെ ഒന്ന് സ്പേസ് ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സന്തോഷമാവും എനിക്ക്. ഒരു സൈഡിലോട്ട് ഇച്ചിരി സ്പേസ് കൂട്ടാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് ഹാളിന് എനിക്ക് അറിഞ്ഞുകൂടെ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സൈഡ് സെറ്റാക്കാം. ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ ഇങ്ങനെ വെക്കുക. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഞാൻ ഈ ബേസ് ഇത് പണിയാനുള്ള ഐഡിയ പോലും നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ട്രേഡ് ചെയ്യാനും അറിയത്തില്ല. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ ചുമ്മാ തോന്നിയൊരു ഡിസൈനൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ പിടുത്തില്ല ഇതിനെ പറ്റിയിട്ട്. ചുമ്മാ അങ്ങ് ബ്ലോഗൊക്കെ വയ്ക്കുകയാണ്. എന്താ ചെയ്യാനാണ്.
അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ കൊബിൾ സ്റ്റോൺ വെക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടംപോലെ കൊബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കൊബിൾ സ്റ്റോണൊക്കെ ആക്കി. ഞാൻ ലുക്കൊന്നും നോക്കില്ല, ചുമ്മാ അങ്ങ് പണിയുമാണ്. അപ്പം മേളിലൊക്കെ ഇങ്ങനെ അടച്ച് പൂട്ടി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഫുള്ള് കൊബിൾ സ്റ്റോൺ ആക്കി. പിന്നെ നോക്കിയപ്പോൾ ഈ ബാക്കിലും കുറച്ച് തുറന്ന് നടക്കുന്നു, അവിടെയും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ അത് ഫുൾ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ മേളിൽ നോക്കിയപ്പോൾ കുറച്ച് ഡേർട്ട്, അത് ഫുള്ള് മാറ്റി അവിടെ ഫുള്ള് കോബിൾ സ്റ്റോൺ ആക്കി. അപ്പോൾ അവിടെ ഒരു ഡിസൈനുമായി. ഒറ്റ നെക്കിനൊക്കെ എത്ര എണ്ണമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നൈറ്റ് ആയില്ലല്ലേ. എനിക്ക് മഴ വന്നു കഴിയുമ്പോൾ നൈറ്റ് ആവുന്നത് എന്തോ ഭയങ്കര ഇതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നു. സിമ്പിളാണ്, ഞാൻ ഒരുപാട് വട്ടം പൊട്ടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. കാരണം നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി പണി ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരണം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു റൂമും കൂടെ വേണമെങ്കിൽ അപ്പുറത്ത് സെറ്റ് ചെയ്യാം. ആ ഒരു രീതി ഞാൻ പണിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു റൂമും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. അത് സ്ഥലമുണ്ട്. അപ്പം എനിക്ക് ഈ സൈഡിലൊക്കെ ഓരോ ആൻവിലും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ അങ്ങനെ അവിടെയാണ് നമ്മുടെ അയൺ ഫാം. ഇനി ഇവിടെ ഞാൻ വില്ലേജസിനെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അത് കാരണം വീണ്ടും വർക്കാവാതിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ബെഡൊന്നും വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി സീൻ ഉണ്ടാവില്ല തോന്നുന്നു. ഇങ്ങനെ നോക്കാം നമുക്ക്. എന്തായാലും ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. നമ്മുടെ വില്ലേജറിനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വില്ലേജറിനെ വെച്ച് നമുക്കവിടെ ഇത് വർക്കിംഗ് സ്റ്റേഷനായിട്ട് ഈ ലെക്ടേൺ വെച്ച് നോക്കാം. ജോലി എടുക്കാനുള്ളതാണ്. ഈ അയൺ ബാസൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഈ റെയിൽവേ സംഭവം അത് നമുക്ക് പെട്ടെന്ന് ഈ വില്ലേജറിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ യൂസ് ആക്കാം. ഈ റെയില് ഇവിടെ നമ്മൾ വേറൊരു വില്ലേജർ അതിൻ്റെ പേര് എന്തുവാ, ലൈബ്രറിയനും. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്. ഇതെന്തുവാ എൻ്റെ പേര് ഞാൻ പറയാം, ടൂൾ സ്മിത്ത്. ഓക്കെ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയൊക്കെയാണ് വർക്കാവുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. എനിക്ക് മറ്റേ മെയിനായിട്ട് ആർമറ്, ടൂൾസ്, പിന്നെ എൻചാൻറ്റ് ചെയ്യണം, അതിനുള്ള സാധനം. അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ഏത് വർക്കിംഗ് സ്റ്റേഷൻ കൊടുത്താലാണത് അവർ വർക്കാവുക എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളത് പറഞ്ഞു തരാം. നിങ്ങളൊക്കെ പ്രോയാണ്, സോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. ഞാൻ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഞാനിപ്പോൾ ഒന്നും അനക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു തരുന്നതിനനുസരിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ പൂജസ് പോണായിക്കുന്നു, കൊള്ളാലോ, എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പം അതുവരേക്കും ഗുഡ് ബൈ.